ഇന്ന് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഡോണറ്റിന്റെ റെസിപ്പിയാണേ. ട്രെൻഡിങ് ആയിട്ടുള്ള റെസിപ്പി ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. നല്ല അടിപൊളി ഡോണറ്റാണേ. കുഴയ്ക്കണ്ട, റെസ്റ്റ് ചെയ്യണ്ട. ഈസി ആയിട്ട് വെറും 3 ഇൻഗ്രീഡിയൻറ്റ്സ് വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നല്ലൊരു സ്വീറ്റാണ് കേട്ടോ. ഇത് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോണറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരണേ. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ. അപ്പം നമുക്ക് ഈസി ഡോണറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ട് ഒരു 4, 5 കഷ്ണം ബ്രെഡിലാണ് നമ്മൾ എല്ലാ പരിപാടിയും നടത്തുന്നത്. അതായത് ബ്രെഡിൽ നമ്മൾ മാവ്, മൈദമാവ് വേറൊന്നും കുഴയ്ക്കുകയോ, എടുക്കുകയോ, റെസ്റ്റ് ചെയ്യാനോ, ഈസ്റ്റോ, ബേക്കിംഗ് സോഡയോ ഒന്നും ഇല്ലാതെ ഈ ബ്രെഡിൽ തന്നെ 3 ഇൻഗ്രീഡിയൻറ്റ്സ് വെച്ച് മാത്രമാണ് നമ്മൾ ഈ സാധനം ഉണ്ടാക്കിയെടുക്കുന്നത്. അത് നല്ല സോഫ്റ്റും ഫ്ലഫി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡോണറ്റാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. നമ്മൾ ആ ബ്രെഡ് കുറച്ച് പാലൊഴിച്ചിട്ട് ഒരുപാട് വെള്ളം കൂടിപ്പോവാതെ ആ ഡവിൻ്റെ പരുവത്തിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. എന്നിട്ടത് ഉരുട്ടിയിട്ട് ഒരു ഷേപ്പിൽ നമ്മൾ കൈകൊണ്ട് തന്നെ പരത്തി നല്ലൊരു ഷേപ്പിൽ ആ ഡോണറ്റിൻ്റെ റൗണ്ട് സർക്കിൾ ഷേപ്പിൽ തന്നെ നമ്മൾ ഡോണറ്റ് അതൊന്ന് പരത്തി എടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഡവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബ്രെഡും പാലും കൂടെ ഒഴിച്ച് നല്ലൊരു പരുവത്തിൽ കുഴച്ചെടുത്ത് കൈകൊണ്ട് ദാ ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കണം. ഇനി കൈകൊണ്ട് പരത്തിയ അധികം ഷേപ്പ് കിട്ടില്ലെങ്കിൽ വേറൊരു ഐഡിയ ഉണ്ട്. എന്തെങ്കിലും ഒരു അടപ്പെടുക്കുക. അടപ്പെടുത്തിട്ട് നമ്മൾ ഈ ഉരുള ഉരുട്ടിയിട്ട് അതിലേക്ക് പ്രസ് ചെയ്ത് നല്ലതായിട്ട് പ്രസ് ചെയ്ത് വെക്കുക. അപ്പം നമുക്ക് ആ കറക്റ്റ് ഷേപ്പിൽ തന്നെ നല്ല കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡോണറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാ ഷേപ്പ് എടുത്തിട്ട് നടുക്ക് ഇങ്ങനെ ഒന്ന് കിഴിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ ഡോണറ്റിൻ്റെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഷേപ്പിൽ കിട്ടും. സൈഡിൽ നിന്നൊന്ന് വലിച്ചു കൊടുത്താൽ നമുക്ക് കറക്റ്റ് കണ്ട ആ റൗണ്ട് ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഈ ഒരു ഐഡിയയും കൂടെ ഇതിനകത്ത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ ഡോണറ്റ് എല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ശരിക്കും നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. നമ്മൾ നല്ല പാലിൽ കുഴച്ചെടുക്കുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് ഈസ്റ്റൊന്നും ഇട്ടില്ലെങ്കിലും ബ്രെഡ് ആയതുകൊണ്ട് നല്ലതായിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പം നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. എല്ലാവരും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ വീട്ടിൽ തന്നെ പെട്ടെന്ന് ഡോണറ്റ് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ദാ എടുത്ത് വെച്ചത് ഒന്ന് ഫ്രൈ ചെയ്ത് എണ്ണയിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടുമുണ്ട്. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു പരുവമുണ്ട്, ഒരു ബ്രൗൺ ഷേപ്പ്, ഒരു ബ്രൗൺ കളറിൽ വരുമ്പോഴത്തേക്കും നമ്മൾ അതൊന്ന് തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇനിയിപ്പോൾ തിരിച്ചും മറിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എണ്ണയുടെ ഇതനുസരിച്ച് അതായത് എണ്ണയിൽ മുങ്ങി കിടക്കുകയാണെങ്കിൽ തിരിച്ചിടേണ്ട കാര്യമില്ല. അപ്പം ഞാൻ കുറച്ച് എണ്ണ ചേർത്തിട്ടുള്ളായിരുന്നു. അത് കാരണം ഞാൻ എല്ലാം ഒന്ന് തിരിച്ചിടുന്നുണ്ട്. അപ്പോൾ നമുക്ക് സോഫ്റ്റി ആയിട്ട് നല്ല ബ്രൗൺ കളർ വരുമ്പോഴത്തേക്കും അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒരുപാട് കരിഞ്ഞു പോവാതെ നമ്മളൊരു പരുവത്തിന് അതൊന്ന് വറുത്ത് കോരിയെടുക്കണം. എണ്ണയിൽ കിടക്കുന്നതുകൊണ്ട് നല്ല ക്രിസ്പി ആവും. നല്ല മുരുമുരാന്നിരിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട. പക്ഷേ ആകെ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. നല്ല വെളിയിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന അതേ ആ ഒരു പരുവത്തിൽ തന്നെ നമുക്ക് ഡോണറ്റ് നമുക്ക് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ എണ്ണയിൽ ഇങ്ങനെ മൊരിഞ്ഞ് വരുന്ന ഡോണറ്റ് കണ്ടോ. നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ ഡോണറ്റ് ഞാൻ ഒരു പരുവത്തിൽ ആ ബ്രൗൺ കളർ എത്തിയപ്പോൾ തന്നെ കോരിയെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. സ്ലിമ്മിലിട്ട് തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ബാക്കി വരുന്ന എല്ലാം കോരി ഒന്ന് എടുക്കുന്നുണ്ട്. എന്നിട്ടൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇത്. ഇനി ഞാൻ ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഒന്ന് നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഡോണറ്റ് അതിലേക്ക് ഡിപ്പ് ചെയ്ത് സംഭവം കഴിഞ്ഞു കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് വേണ്ടിയ രീതിയിലുള്ള ഡെക്കറേഷൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈസി ഡോണറ്റ് വീട്ടിലുണ്ടാക്കിയെടുക്കാം. നല്ല ഹെൽത്തിയാന്ന് ഞാൻ പറയുന്നില്ല. ഹെൽത്തി അല്ലല്ലോ ഇതൊരു മൈദയല്ലേ. മൈദയും ചോക്ലേറ്റും കൂടെ ചേരുമ്പോൾ ഒട്ടും ഹെൽത്തി അല്ല. പക്ഷേ കുട്ടികൾക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ. വെളിയിൽ നിന്ന് വാങ്ങുന്നതിലും നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഇത് ഷുഗർ ബോൾസാണ്. അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കാണുമ്പോൾ അത് ഇട്ട് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയല്ലേ. അതിൻ്റെ പല കളറുണ്ട്. വൈറ്റ് ഉണ്ട്, പിന്നെ പല കളർ മിക്സ് ആയിട്ടുള്ള ഷുഗർ ബോൾസ് ഉണ്ട്, പിന്നെ ഗോൾഡൻ ഷുഗർ ബോൾ ഇങ്ങനെ 3 എണ്ണമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ പൊടിച്ച പഞ്ചസാര ഉണ്ടല്ലോ, പഞ്ചസാര പൊടിച്ചിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ തൂവി കൊടുത്താൽ മതിയാവും. അപ്പോൾ നല്ല അടിപൊളി ഡെക്കറേഷൻ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഡോണറ്റിൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലുള്ള നല്ല വീഡിയോസ് ആയിട്ടായി ഞാൻ ഇനിയും വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് തരണേ. അപ്പം എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനിയും കാണാം.